തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. നാളെ നിശബ്ദ പ്രചാരണം. കൊച്ചിയിൽ നിന്നും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ്. ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, ശബ്ദമുഖരിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ന് അവസാനമാകും. നാളെ നിശബ്ദ പ്രചാരണം. ആ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ കേരളം ഒന്നാകെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കലാശക്കൊട്ടിൻ്റെത് മാത്രമല്ല, എല്ലായിടത്തും ഓടി നടന്ന് വോട്ട് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രഥമ പരിഗണന. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് 3 NDA സ്ഥാനാർത്ഥികളാണ്, 3 BJPയുടെ സ്ഥാനാർത്ഥികളാണ്. ഏറ്റവും കൗതുകരമായിട്ടുള്ളൊരു കാര്യം, 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്വന്തം നാട്ടിൽ വോട്ട് തേടുന്ന മുത്തുചേട്ടൻ എന്ന രവിപുരത്തെ NDAയുടെ സ്ഥാനാർത്ഥി. മുത്തു എന്ന് കൊച്ചിക്കാർക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പേരാണ്. CG രാജഗോപാൽ എന്നുള്ള പേരാണ് വോട്ടർമാർ ഓർക്കേണ്ടത്. എങ്ങനെയാണ് ചേട്ടാ, ശബ്ദ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? നമസ്കാരം ജനം. രാവിലെ ഇറങ്ങിയല്ലോ. എങ്ങനെയാണ് പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം വളരെ സന്തോഷകരമാണ്. ഞാൻ പെട്ടെന്നൊരു 30 വർഷത്തെ പുറകിലോട്ട് പോയി. അന്ന് BJPയെ ആർക്കും അറിയില്ല. പക്ഷേ ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥി 3 വട്ടം വന്നു എന്നാണ് അറിയുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്നത്, എൻ്റെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഈ കലൂര് മോസ്കോ എന്നാണ്. ഇന്ന് ആ മോസ്കോ യഥാർത്ഥ മോസ്കോ തന്നെയായി കഴിഞ്ഞു. റഷ്യയിൽ എന്താ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ. ഇന്ന് ജനങ്ങൾ BJPയെ കാണുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയെ വീട്ടിലിരിക്കുന്നു, ചോറ് തരുന്നു, ചായ തരുന്നു, നാരങ്ങ വെള്ളം തരുന്നു, നാരങ്ങ മിഠായി തരുന്നു. വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. സ്വാഭാവികമായിട്ടില്ല. സ്നേഹത്തോടെ വീട്ടിൽ അകത്തിരുത്തുമ്പോൾ നമ്മളെ ചവിട്ടി പുറത്താക്കില്ലല്ലോ. അവർ സ്നേഹപൂർവ്വം വിളിച്ച അകത്തോട്ട് കൊണ്ടുപോകുന്നു. ഇത് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. പണ്ടൊക്കെ അരമണിക്കൂർ പിടിച്ചിരുത്തും. എന്താണെന്ന് വെച്ചാൽ പണ്ട് തമാശ പറയാറുണ്ട്, അരമണിക്കൂർ കഴിഞ്ഞാൽ അത്ര വീട് കുറച്ച് പോകുന്നത്. പക്ഷേ ഇത് സ്നേഹപൂർവ്വമാണ്, ഹൃദയപൂർവ്വമാണ്. ഓരോ കൊച്ചിക്കാരൻ്റെയും, ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്നും കോർപ്പറേഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് മാറി ഞാനിപ്പോൾ രവിപുരത്ത് മത്സരിക്കുകയാണ്. എനിക്ക് 2 സ്ഥാനാർത്ഥികൾ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത്, ഇപ്പോൾ പ്രീപ്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 13-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. ആ വാർഡിൽ മത്സരിക്കുന്ന പ്രീപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല എന്താ പറയുക, സേവന സന്നദ്ധയുള്ള ഒരു ചെറുപ്പക്കാരി. നല്ല ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെൽത്ത് മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൂടാതെ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയുടെ കീഴിൽ ഒരു ഫെലോഷിപ്പ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ PhD. ഒരു ദിവസം എങ്ങനെയാണ് പ്രചാരണം? അതായത് വീടുകൾ കയറി ഇറങ്ങിയാണ് വോട്ടർമാർ? വീടുകളും കയറി ഇറങ്ങുന്നുണ്ട്. അവസാനം ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാണ്. 4 റൗണ്ട് കഴിഞ്ഞു. എന്തിനാ മുത്തു ഇങ്ങനെ വരണം? മുത്തു സ്ഥിരം ഞങ്ങളുടെ ഇവിടെ ഉള്ളത്. ഇപ്പോൾ കുട്ടനെ സംബന്ധിച്ച് അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കുട്ടൻ ഇവിടുത്തെ ആദ്യ കാലഘട്ട പ്രവർത്തകനായിരുന്നു. ഓട്ടോ തൊഴിലാളിയായിരുന്നു. അതിൽ നിന്നും അദ്ദേഹം തൊഴിലാളി നേതാവായി. അതോടൊപ്പം സ്വന്തം കുടുംബത്തോടൊപ്പം ഇന്ന് അദ്ദേഹം സ്വന്തം ഓട്ടോ ഇപ്പോൾ രാവിലെ ഓടിച്ച് ഒരു ഇന്നത്തേക്കുള്ള അരിക്കാശൊക്കെ ഉണ്ടാക്കിയല്ലോ കുട്ട. അത് കഴിഞ്ഞ് നേരെ ഫീൽഡിലിറങ്ങിയേക്കാണ്. ഇന്ന് രാവിലെ സ്വന്തം പെട്രോൾ അടിച്ച് സാധാരണക്കാർ സ്ഥാനാർത്ഥിത്വത്തിൽ വരുന്നു അല്ലേ? അല്ല, അതാണ് സാധാരണക്കാർ തൊട്ട് എന്താ പറയുക, വിദ്യാഭ്യാസമുള്ള ആളുകൾ, പുതിയ തലമുറ ആളുകൾ, പിന്നെ മറ്റു പാർട്ടി വിട്ട് വരുന്ന ആളുകൾ, അങ്ങനെ BJPയിലേക്ക് നല്ല ഒഴുക്കാണ് ഉണ്ടാകുന്നത്. ജനങ്ങളുടെ മനസ്സ് ഒഴുകുന്നത് പോലെ BJP, അതുപോലെ മറ്റ് പാർട്ടികളിൽ നിന്നും സ്ഥാനാർത്ഥികൾ വരുന്നു എന്നുള്ളതും വളരെ എന്താ പറയുക, നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കൊച്ചി നഗരത്തിൻ്റെ വെള്ളക്കെട്ട് ഉൾപ്പെടെ, ഗതാഗത തടസ്സം ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ക്യാൻസർ സെൻറ്റർ സാധാരണക്കാർ പോകുന്ന എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റൽ 100 കോടിയാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം CSML, ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡുകൾ, MG റോഡ് ഉൾപ്പെടെയുള്ള അതിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്ക് അറിയാം. ഒരു ചെറുപ്പക്കാരുടെ ജോലി കിട്ടുമ്പോൾ 20,000 രൂപ കൊടുക്കുന്നത്. എൻ്റെ മകൻ സിദ്ധാർത്ഥ്, നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഞാൻ പൊതുപ്രവർത്തനം. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് കൊച്ചി കോർപ്പറേഷനിൽ BJP കൗൺസിലർമാരൊക്കെ ഉണ്ട്. ഇത്തവണ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ മാത്രം? നേരത്തെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിച്ചേട്ടൻ വന്ന് പറഞ്ഞു തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുകയാണെന്ന്. അതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊച്ചിയും ഞാൻ അങ്ങ് എടുക്കുന്നു എന്ന്. സ്വാഭാവികമായിട്ടും BJP അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം കൊച്ചിയുടെ വികസനം 3 തരത്തിലാണ്. ഒന്ന് കേന്ദ്രം, സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത് ഉൾപ്പെടെ, അത് കോർപ്പറേഷൻ ഉൾപ്പെടെ. ഇങ്ങനെ ഒരു സംവിധാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചിയുടെ വികസനം ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന്
ഇപ്പോൾ ഞാൻ പലരും മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു സ്ഥാനാർത്ഥി പറയുന്നത് ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പാടില്ല. ഞങ്ങൾക്ക് അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് അത് പറഞ്ഞാൽ വോട്ട് പിടിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. സബ് കേ സാത്ത് സബ്കാ വികാസ്. ഞങ്ങൾക്ക് ഒരൊറ്റ ഞാൻ ചോദിക്കാം, CPM-ന് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പടം വെച്ചിട്ട് പിടിക്കാൻ പറ്റുമോ? എല്ലാ സ്ഥലത്തും. ഞങ്ങൾക്ക് ഇന്ത്യയിലല്ല, ഇപ്പോൾ ലോകത്ത് വരെ നരേന്ദ്രമോദിയുടെ പടം വയ്ക്കുകയാണെങ്കിൽ ഓരോ ഇന്ത്യക്കാരും മോദി വികസനമാണോ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് വോട്ടർമാർക്കിടയിൽ? എന്ന് പറഞ്ഞാൽ വികസനമാണ്. വികസനം എന്ന് പറഞ്ഞാൽ മോഡിയാണ്. ഇത് രണ്ടും ഒന്നാണ്. ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നെങ്കിൽ, ഭാവി തലമുറയുടെ വളർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ചൂണ്ടുവിരൽ പോകേണ്ടത് താമരയിലാണ്. ആ താമരയിൽ കുത്തിയാൽ മാത്രമേ വികസനം ഉണ്ടാവുകയുള്ളൂ. ജനങ്ങൾ തോൽക്കരുത് എന്നാണ്. ഞാൻ തോറ്റിട്ടുണ്ട്. ഞാൻ 5ാമത്തെ മത്സരത്തിലാണ് തോറ്റിട്ടുണ്ട്. പക്ഷേ CG രാഘവനോ പ്രീതി രാജിനോ അനിൽകുമാർ എബിക്കോ തോൽക്കാൻ പ്രശ്നമില്ല. പക്ഷേ ജനങ്ങൾ തോൽക്കരുത്. ജനങ്ങൾ തോൽക്കാതിരിക്കണമെങ്കിൽ താമരയ്ക്ക് വോട്ട് ചെയ്യണം. താമരയ്ക്ക് വോട്ട് ചെയ്താൽ അവർ ജയിക്കും എന്നുള്ളതാണ്. അല്ലാണ്ട് ഞങ്ങൾ ആരും ചോദിക്കുന്നത് ഞങ്ങൾക്കല്ല, നാടിന് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. കടവന്ത്രയിലെ പ്രീതി രാജിലെ കത്രിക്കടവിലെ എത്രത്തോളം പ്രചാരണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇന്ന് ശബ്ദപ്രചരണത്തിന്റെ അവസാന ഘട്ടമാണ്. ഞങ്ങൾ എല്ലാ വീടുകളിലും എത്താൻ ശ്രമിച്ചു. എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എല്ലാ വീടുകളിൽ നിന്നും. സ്വന്തം മകളെപ്പോലെയാണ് ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ. ഇപ്പം മുത്തുച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഓരോ അമ്മമാർ ഭക്ഷണം നമുക്ക് വാരി തന്നെയാണ് നമുക്ക് ഭക്ഷണം തരികയും മിക്ക വീടുകളിൽ നിന്നും നമുക്ക് ചായയും ജ്യൂസും ഒക്കെ തരുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ അവരുടെ സ്വന്തം മകളെ പോലെയാണ്. ഇത്രയും സ്നേഹമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം മുത്തുച്ചേട്ടൻ തന്നെയാണ്. പല വീടുകളിലും ചെല്ലുമ്പോൾ മുത്തുവിനെ അറിയുമോ, ഞാൻ മുത്തുവിൻ്റെ ഫ്രണ്ടാണ്, അല്ലെ ഞാൻ മുത്തുവിൻ്റെ ആളാണ് എന്ന് പറയാൻ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. മുത്തുമയമാണ് അല്ലേ? ഇനി അനിൽ ചേട്ടനിലൂടെ പോകേണ്ടതുണ്ട്. ചേട്ടൻ എങ്ങനെയാണ് ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ എല്ലാവരുമായിട്ടും അടുത്ത ബന്ധമുണ്ടാകും. അതൊക്കെ തന്നെ ഒരു ഓട്ടായി മാറുമെന്നൊരു പ്രതീക്ഷയാണ് അല്ലേ? ഇതാണ്, ഏത് വീട്ടിൽ ചെന്നാലും നമ്മൾ അറിയാത്ത ആരുമില്ല. എല്ലാവരും നമ്മളോട് കയറിയിരിക്കും, എപ്പോൾ വന്ന് എങ്ങനെയുണ്ട് പ്രവർത്തനം, ഞങ്ങൾ വന്നോ, കൂടെ സഹായിക്കാൻ വന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് വീട്ടിലിപ്പം 3 വട്ടം ഞങ്ങൾ കംപ്ലീറ്റ് കയറി കഴിഞ്ഞു. ഇത്രയൊന്നും ഞങ്ങൾ സാധാരണ ചെയ്യാറുണ്ടായില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം 3 വട്ടം നമ്മൾ ഈ പറഞ്ഞ നേരം കൊണ്ട് കയറി കഴിഞ്ഞു. ഇനി വരണമെന്നില്ല, ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് തരുള്ളൂ എന്നാണ് ഇപ്പോൾ പറയണത്. കലാശക്കൊട്ടൊക്കെ അടിപൊളിയായിരിക്കും, ഉഗ്രനായിരിക്കും. കാരണം ജനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചാൽ ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. നരേന്ദ്രമോദി വന്നു, ഇന്ത്യയുടെ ലോകത്തിൻ്റെ തന്നെ ചരിത്രം വഴിമാറിക്കൊണ്ട് ആ പുരുഷനോടുകൂടെ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമെന്ന് തോന്നുന്നത്, പണ്ട് എൻ്റെ ബൂത്തിൽ എൻ്റെ ഡിവിഷനിൽ 7 വോട്ടം കിട്ടിയിരുന്നപ്പോൾ 3 or 4 വോട്ട് എൻ്റെ വീട്ടിൽ നിന്നാണ്. മറ്റു വോട്ടുകൾ ഞാൻ അന്വേഷിച്ച് കിടക്കുന്നത് ഇവിടെ നിന്നാണ് കിട്ടിയത്. പക്ഷേ ഇന്ന് പറയാം, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൊച്ചി ഞെട്ടിക്കും. വരുന്ന ദിവസങ്ങളിൽ BJPയുടെ എന്താണ് സംഭവിക്കുക, കോർപ്പറേഷൻ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങൾ BJPയിലൂടെയാണ്. BJP അല്ല, ജനങ്ങൾ BJPയിലൂടെയാണ്. എന്നാലും നിങ്ങൾ 3 പേരിലൂടെയും കൊച്ചിയുടെ ചരിത്രം വഴിമാറട്ടെ എന്ന് ആശംസിക്കുന്നു. അമൃത, കൊച്ചിയെ സംബന്ധിച്ച് ഇനി ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. ആ നിശബ്ദ പ്രചാരണത്തിൻ്റെ ഒക്കെ തന്നെ നാളത്തെ ഒരു ദിവസം ശബ്ദപ്രചരണം ഇന്ന് 6 മണിയോടുകൂടി അവസാനിക്കും. കലാശക്കൊട്ട് അതിഗംഭീരമാക്കാനായിട്ട് ഒരുങ്ങുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. 111 തദ്ദേശ സ്ഥാപനങ്ങൾ, 2220 വാർഡുകൾ, 7300-ലധികം സ്ഥാനാർത്ഥികൾ. ഇവരാണ് ജനവിധി തേടുന്നത്. 72ഓളം പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. 3000-ലധികമാണ് പോളിംഗ് സ്റ്റേഷനുകൾ. എന്തായാലും കൊച്ചിയിൽ ചരിത്രം വഴിമാറുമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കരുതുന്നത്. CPM അവരുടെ സിറ്റിംഗ് ആയിട്ടുള്ള എല്ലായിടങ്ങളിലും വിജയിച്ച് കയറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കോർപ്പറേഷൻ വീണ്ടും തിരിച്ചുപിടിക്കും, 2ാം ഘട്ടവും അവരിലേക്ക് എത്തുമെന്നാണ് അവർ പറയുന്നത്. UDF ആണെങ്കിൽ LDFിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. BJP ആണെങ്കിൽ അതിഗംഭീര മുന്നേറ്റം നടത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അമൃത, എന്തായാലും രേഷ്മ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. നെട്ടോട്ടം ഓടുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും.